ഏവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ടിട്ടുള്ള സ്തോത്രമാണ് ശ്രീ മഹാവിഷ്ണു അഷ്ടക. അഷ്ടക സ്തോത്രങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഇതിൽ ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള 8 ശ്ലോകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9ാമതായി ഒരു ഫലശ്രുതിയിൽ അദ്ദേഹം ചേർത്തിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥസഹിതമായ വിവരണമാണ് ഇവിടെ ചെയ്യുന്നത്. 1ാമത്തെ ശ്ലോകം: വിഷ്ണും വിശാലാരുണ പത്മനേത്രം വിഭാന്തമീശാംബുജയോനിപൂജിതം സനാതനം സന്മതിശോധിതം പരം പുമാംസമാദ്യം സതതം പ്രപദ്യേ. ഇവിടെ അവസാനത്തെ വരിയിൽ സതതം പ്രപദ്യേ എന്ന് ചേർത്തിരിക്കുന്നു. സതതമെന്നാൽ ഇടവിടാതെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇടവിടാതെ ശരണം പ്രാപിക്കുന്നു. ആരെയാണ്? വിഷ്ണു വിശാലാരുണ പത്മനേത്രം. വിഷ്ണുവിനെ, മഹാവിഷ്ണുവിനെയാണ് ശരണം പ്രാപിക്കുന്നത്. അദ്ദേഹത്തെ ആകട്ടെ ഇപ്രകാരമാണ് വർണ്ണിച്ചിരിക്കുന്നത്: വിശാലാരുണ പത്മനേത്രം. വിശാലമായ അരുണ നിറത്തോടു കൂടിയ, ചുവന്ന നിറത്തോടു കൂടിയ പത്മനേത്രം, പത്മങ്ങളുടേത് പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ. അതായത് വിടർന്ന ചുവന്ന നിറത്തിലുള്ള താമരയുടേത് പോലെയുള്ള കണ്ണുകളോട് കൂടിയ മഹാവിഷ്ണുവിനെ. അദ്ദേഹം പിന്നെ എങ്ങനെയാണ്? വിഭാന്തമീശാംബുജയോനി പൂജിതം. വിഭാന്തം വിശേഷീയ പ്രകടമാകുന്നവനാണ്, വിശേഷരൂപങ്ങളിലൂടെ പ്രകടമാകുന്നവനാണ് അദ്ദേഹം. ഈശ അംബുജയോനി പൂജിതം. മാത്രവുമല്ല, ഈശനാലും അംബുജയോനിയാലും പൂജിക്കപ്പെടുന്നവനാണ്. ഈശൻ എന്ന പദം കൊണ്ട് ഇവിടെ പരമശിവനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അംബുജയോനി, അംബുജത്തെ യോനിയാക്കി മാറ്റിയവൻ, അല്ലെങ്കിൽ താമരയിൽ നിന്നും ജന്മം കൊണ്ടവൻ എന്നർത്ഥത്തിൽ ബ്രഹ്മാവിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരമശിവനാലും ബ്രഹ്മാവിനാലും പൂജിക്കപ്പെടുന്നവനും, സനാതനം കാലത്തിന് അതീതനും, സന്മതിശോധിതം പരം. സന്മതി അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ അറിവിലൂടെ ശുദ്ധഭാവം കൈക്കൊണ്ടവനും, പരമം സർവത്തിനും അതീതനും, പുമാംസം ആദ്യം സതതം പ്രപദ്യേ. പുമാംസം സകലതിനെയും രക്ഷിക്കുകയും പരിശുദ്ധമാക്കുകയും ചെയ്യുന്നവനും, ആദ്യം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ആദി സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നവനുമായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഞാൻ ഇടവിടാതെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2ാമത്തെ ശ്ലോകം: കല്യാണദം കാമഫലപ്രദായകം കാരുണ്യരൂപം കലികൽമഷഘ്നം കലാനിധിം കാമതനോജമാദ്യം നമാമി ലക്ഷ്മീശമഹം മഹാന്തം. ഈ ശ്ലോകത്തിലൂടെ ഭഗവാനെ വർണ്ണിക്കുന്നത് കല്യാണദം കാമഫലപ്രദായകം. കല്യാണദം എന്ന് വെച്ചാൽ കല്യാണത്തെ, ഐശ്വര്യത്തെ നൽകുന്നവനാണ്. കാമഫലപ്രദായകം, ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ഫലങ്ങളെയും നൽകുന്നവനാണ്. കാരുണ്യരൂപം, അദ്ദേഹത്തിൻ്റെ രൂപമാകട്ടെ കാരുണ്യമാണ്. കലികൽമഷഘ്നം, കലികാലത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മുക്തി നൽകാൻ പോന്നവനാണ് അദ്ദേഹം. കലാനിധിം, എല്ലാ കലകളുടെയും നിധിയാണ്, ശേഖരമാണ്. കാമതനോജമാദ്യം, കാമതനോജം അല്ലെങ്കിൽ കാമദേവനാകുന്ന തനൂജൻ അല്ലെങ്കിൽ പുത്രനോട് കൂടിയവൻ. ശ്രീകൃഷ്ണ പരമാവതാരത്തിൻ്റെ കഥ വർണ്ണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെയും രുക്മിണി ദേവിയുടെയും പുത്രനായി പറയപ്പെടുന്ന പ്രദ്യുമ്നൻ കാമദേവൻ്റെ അവതാരമാണ് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള കാമദേവനാകുന്ന പുത്രനോട് കൂടിയവനും ആദ്യനും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സ്രോതസ്സുമായിട്ടുള്ള അദ്ദേഹം ലക്ഷ്മീശമഹം മഹാന്തം. ലക്ഷ്മീശനാണ്, ലക്ഷ്മീദേവിയുടെ പതിയാണ്. അതുപോലെ മഹാനാണ് അല്ലെങ്കിൽ മഹാത്മ്യമേറിയവനാണ്. ഇത്തരത്തിലെല്ലാം വർണ്ണിക്കപ്പെടുന്ന ആ മഹാവിഷ്ണുവിനെ നമാമി അഹം, ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. പീതാംബരം ഭൃംഗനിഖം പിതാമഹ പ്രമുഖ്യവന്ദ്യം ജഗദാദിദേവം കിരീടകേയൂരമുഖൈ പ്രശോഭിതം ശ്രീകേശവം സന്തതമാനതോസ്മി. 3ാമത്തെ ശ്ലോകമായിട്ടുള്ള ഇതിൻ്റെ അർത്ഥം: പീതാംബരം അല്ലെങ്കിൽ ഭഗവാൻ മഞ്ഞവസ്ത്രം ധരിച്ചവനാണ്. ഭൃംഗനിഭം,
ഭംഗമെന്നാൽ വണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ വണ്ടിൻ്റെ നിറത്തോടു കൂടിയവനുമാണ്. പിതാമഹ പ്രമുഖ്യവന്ദ്യം, പിതാമഹൻ തുടങ്ങിയ പ്രമുഖന്മാരാൽ വന്ദിക്കപ്പെടുന്നവനാണ്. പിതാമഹൻ എന്നാൽ ബ്രഹ്മാവ്, എല്ലാത്തിൻ്റെയും പിതാവായി കണക്കാക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനാണ് ഭഗവാനായ മഹാവിഷ്ണു. ജഗദാദിദേവം, അദ്ദേഹം ജഗത്തിൻ്റെ ആദി കാരണനുമാണ്. കിരീടകേയൂരമുഖൈ പ്രശോഭിതം, കിരീടം കേയൂരം തുടങ്ങിയവയാൽ ശോഭിക്കുന്നവനുമാണ്. കേയൂരമെന്നാൽ തോൾവള. അപ്പോൾ കിരീടം, തോൾവള തുടങ്ങിയവയാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ളവനും. ശ്രീകേശവം സന്തതമാനതോസ്മി, ഇത്തരത്തിലുള്ള ശ്രീകേശവനെ ഞാൻ എപ്പോഴും കുമ്പിടുന്നു, നമിക്കുന്നു എന്ന് അർത്ഥം. ഭുജംഗതൽപം ഭുവനേകനാഥം പുനഃ പുനഃ സ്വീകൃത കായമാദ്യം പുരന്തരാദ്യൈരപി വന്ദിതം സദാ നികുന്ദമത്യന്തമനോഹരം ഭജേ. ഈ 4ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭുജംഗതൽപം ഭുവനൈകനാഥം, ഭുജംഗമാകുന്ന തൽപ്പത്തോടു കൂടിയവൻ, അതായത് ആദിശേഷനാകുന്ന കിടക്കയോട് കൂടിയവനും. ഭുവനൈകനാഥം, ഭുവനത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഒരേ ഒരു നാഥനായിട്ടുള്ളവനും. പുനഃ പുനഃ സ്വീകൃത കായമാദ്യം, വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കുന്നവനും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ലോകത്തിലെ അധർമ്മങ്ങളെ ഇല്ലാതാക്കുവാൻ അവതാരമെടുക്കുന്നവനും. പുരന്തരാദ്യൈരപി വന്ദിതം സദാ, പുരന്തരൻ അല്ലെങ്കിൽ ദേവേന്ദ്രനാൽ തുടങ്ങിയവരാൽ പൂജിക്കപ്പെടുന്നവനും. മുകുന്ദമത്യന്ത മനോഹരം ഭജേ, ഏറ്റവും മനോഹരമായ രൂപത്തോടു കൂടിയവനുമായിട്ടുള്ള മുകുന്ദനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് അർത്ഥം. ക്ഷീരാംബുരാശേരഭിതസ്ഫുരന്തം ശയാനമാദ്യന്തവിഹീനമവ്യയം സത്സേവിതം സാരസനാഭമുച്ചൈർവിഘോഷിതം കേശിനിഷൂദനം ഭജേ. ക്ഷീരാംബുരാശേ അഭിതസ്ഫുരന്തം ശയാനമാദ്യന്തവിഹീനമവ്യയം. ക്ഷീരാംബുരാശേ അല്ലെങ്കിൽ പാൽക്കടലിൻ്റെ അഭിതസ്ഫുരന്തം ചുറ്റും, പാൽക്കടലിൻ്റെ ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട്, സ്ഫുരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകാശം പരത്തിക്കൊണ്ട്, ശയാനം പള്ളി കൊള്ളുന്നവനും. ആദ്യന്തവിഹീനം അവ്യയം, ആദിയും അന്ത്യവും അല്ലെങ്കിൽ തുടക്കവും അവസാനവും ഇല്ലാത്തവനും. അവ്യയം ഒരിക്കലും ക്ഷയിച്ചു പോകാത്തവനും, ഒരിക്കലും നാശം ഇല്ലാത്തവനും. സത്സേവിതം സാരസനാഭമുച്ചൈർവിഘോഷിതം കേശിനിഷൂദനം ഭജേ. സത്സേവിതം സജ്ജനങ്ങളാൽ എപ്പോഴും സേവിക്കപ്പെടുന്നവനും. സാരസനാഭൻ അല്ലെങ്കിൽ നാഭിയിൽ പത്മത്തോട് താമരപ്പൂവിനോട് കൂടിയവനും. ഉച്ചൈർവിഘോഷിതം ഉച്ചത്തിൽ കീർത്തിക്കപ്പെടുന്നവനുമായിട്ടുള്ള കേശിനിഷൂദനം, കേശി എന്ന അസുരനെ കൊന്ന ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് അർത്ഥം. ഭക്താർത്തിഹന്താരമഹർനിശന്തം മുനീന്ദ്രപുഷ്പാഞ്ജലി പാദപങ്കജം ഭവഗ്നമാധാരമഹാശ്രയം പരം പരാപരം പങ്കജലോചനം ഭജേ. ഭക്താർത്തിഹന്താരമഹർനിശന്തം, ഭക്തന്മാരുടെ ആർത്തി അല്ലെങ്കിൽ ദുഃഖത്തെ ഹനിക്കുന്നവനാണ്, ഇല്ലാതാക്കുന്നവനാണ് ഭഗവാൻ. മുനീന്ദ്രപുഷ്പാഞ്ജലി പാദപങ്കജം, മുനീന്ദ്രന്മാരാൽ പുഷ്പങ്ങൾ അർപ്പിച്ച് അഞ്ജലി കൂപ്പുന്ന അല്ലെങ്കിൽ കൈകൂപ്പുന്ന പാദപങ്കജം, താമരയോട് സദൃശമായിട്ടുള്ള പാദങ്ങളോട് കൂടിയവനാണ് അദ്ദേഹം. ഭവഗ്നമാധാര മഹാശ്രയം പരം, ഭവഗ്നം അല്ലെങ്കിൽ സംസാരത്തെ, ജനന മരണമാകുന്ന ഈ ചക്രത്തെ ഇല്ലാതാക്കുന്നവനാണ്. ആധാര മഹാശ്രയം അല്ലെങ്കിൽ എല്ലാത്തിനും ആധാരവും എല്ലാവർക്കും ആശ്രയവുമാണ് ഇദ്ദേഹം. പരം, ഇദ്ദേഹം എല്ലാത്തിനും അതീതനാണ്. പരാപരം പങ്കജലോചനം ഭജേ, ഒരേ സമയം പരവും അപരവുമായി ഇരിക്കുന്ന സത്യസ്വരൂപനായിട്ടുള്ള പങ്കജലോചനനെ ഞാൻ ഭജിക്കുന്നു. 7ാമത്തെ ശ്ലോകം. നാരായണം ദാനവകാനനാനലം നതപ്രിയം നാമ വിഹീനമവ്യയം ഹർത്തും ഭുവോ ഭാരമനന്തവിഗ്രഹം
സ്വസ്വീകൃതക്ഷ്മാവരമീഡിതോസ്മി. ഇതിൻ്റെ അർത്ഥം നാരായണം ദാനവ കാനന അനലം. നാരായണനാകുന്ന ഭഗവാൻ ദാനവന്മാരാകുന്ന കാടിന് എപ്രകാരമാണോ കാട്ടുതീ അപകടകരമാകുന്നത്, അത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നവനാണ്, അല്ലെങ്കിൽ ദാനവന്മാരെ അസുരന്മാരെ ഹനിക്കുന്നവനാണ് അദ്ദേഹം. നതപ്രിയം നാമ വിഹീനമവ്യയം. നതപ്രിയം അല്ലെങ്കിൽ ഭക്തന്മാർക്ക്, നമിക്കുന്നവരായിട്ടുള്ള ഭക്തന്മാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. നാമവിഹീനനുമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരുകൊണ്ട് പൂർണ്ണമായി വിവരിക്കുവാൻ സാധിക്കാത്തവനാണ്. അവ്യയം, ഒരിക്കലും നാശമില്ലാത്തവനുമാണ്. ഹർത്തും ഭുവോ ഭാരമനന്തവിഗ്രഹം സ്വസ്വീകൃതക്ഷ്മാവരമീഡിതോസ്മി. ഹർത്തും ഭുവോഹോ ഭാരം, അല്ലെങ്കിൽ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കുവാനായി, ശമിപ്പിക്കുവാനായിട്ട് സ്വസ്വീകൃത അനന്തവിഗ്രഹം, സ്വയം സ്വീകരിക്കുന്ന പല പല അവതാരങ്ങളോട് കൂടിയ, അല്ലെങ്കിൽ സ്വയം ഓരോ അവതാരങ്ങളായി വന്ന് ഭൂമിയുടെ ഭാരത്തെ കളയുന്ന ആ ഭഗവാനെ അഹം ഈഡിതോസ്മി, ഞാൻ സ്തുതിക്കുന്നവനായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സ്തുതിക്കുന്നു എന്ന് അർത്ഥം. 8ാമത്തെ ശ്ലോകം. നമോസ്തുതേ നാഥവരപ്രദായിൻ, നമോസ്തുതേ കേശവ കിങ്കരോസ്മി, നമോസ്തുതേ നാരദ പൂജിതാംഘ്രേ, നമോ നമസ്ത്വച്ചരണം പ്രപദ്യേ. നമോസ്തുതേ നാഥവരപ്രദായേ. വരപ്രദായിയായിട്ടുള്ള എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. നമോസ്തുതേ കേശവ കിങ്കരോസ്മി. അല്ലയോ കേശവ, അങ്ങയുടെ ദാസനായ ഞാൻ അങ്ങയ്ക്ക് നമസ്കാരമർപ്പിക്കുന്നു. നമോസ്തുതേ നാരദ പൂജിതാംഘേ. നാരദനാൽ പൂജിക്കപ്പെടുന്ന പാദങ്ങളോട് കൂടിയ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. നമോ നമസ്ത്വച്ചരണം പ്രപദ്യേ. ഞാൻ എപ്പോഴും അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നു. ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം എന്ന് 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അവസാനമായി ഫലശ്രുതി കൂടി ചേർക്കുന്നു. വിഷ്ണുഷ്ടകമിതം പുണ്യം യത് പഠേത് ഭക്തിതോ നരഃ സർവപാപ വിനിർമുക്തോ വിഷ്ണുലോകം സഗച്ഛതി. വിഷ്ണുഷ്ടകമിതം പുണ്യം യത് പഠേത് ഭക്തിതോ നരഃ. ഭക്തിയോടുകൂടി യാതൊരുവനാണോ പുണ്യമായ ഈ വിഷ്ണു അഷ്ടകം സ്തുതിക്കുന്നത്, ചെല്ലുന്നത്, സർവപാപ വിനിർമുക്തോ, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് അവൻ വിഷ്ണുലോകം ഗച്ഛതി, വിഷ്ണുലോകം പ്രാപിക്കും എന്നാണ് ഈ സ്തോത്രം ചൊല്ലുന്നത് കൊണ്ടുള്ള ഫലം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.